ശ്രീ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണ്, വിഴിഞ്ഞത്താണ്. അതിനുശേഷം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞു. നേരത്തെ കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഗായബ് പോസ്റ്റ് എന്ന് എല്ലാവരും അത്തരത്തിൽ പ്രചരിപ്പിച്ച ഒരു പോസ്റ്റായിരുന്നു. അതിൽ പ്രധാനമന്ത്രി ഡൽഹിയിലില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ അത് ആ സമയത്ത് തുടർച്ചയായി അദ്ദേഹം അവിടെ ഡൽഹിയിൽ ഉണ്ടാവുകയും സൈനികരുടെ മേധാവികളുടെ യോഗം കൂടുകയും സുരക്ഷാ യോഗങ്ങൾ തുടർച്ചയായി പങ്കെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനുശേഷം നമുക്കറിയാം സൈന്യത്തിന് പൂർണ്ണമായും കാര്യങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളത്. പക്ഷേ മോദി ഇപ്പോൾ ദില്ലി വിട്ടിരിക്കുന്നു, മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചില യുദ്ധമുടനെ എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു, തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു വെച്ചു, അതിനല്പം ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പുറകോട്ട് പോയിട്ടുണ്ടെന്ന് കരുതാനാവില്ല ശ്രീ രഞ്ജിത്ത്. ഒരു വാർ ഫുട്ടിങ്ങിലാണ് രാജ്യം. അത് നമുക്കൊരു പ്രൊഫഷണൽ സൈനിക സംവിധാനമുണ്ട്. അപ്പം നയപരമായ തീരുമാനങ്ങൾ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി എടുക്കുകയും അത് സൈന്യത്തെ അറിയിക്കുകയും ചെയ്തപ്പോൾ സൈന്യത്തിന് സമയവും നേരവും കാലവും രീതിയും എല്ലാം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടൊരു പാനിക് റിയാക്ഷൻ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയാൽ നമ്മൾ കാണുന്ന പോലെയുള്ള ചിത്രമല്ല ഭാരതത്തിൻ്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഈ രാഷ്ട്രാന്തര ടെർമിനൽ കൊച്ചി കപ്പൽ ശാലയുടെ ഈ ഡെഡിക്കേഷനും അതുപോലെ വിശാഖപട്ടണത്തും ആന്ധ്രയിലും ഒക്കെയുള്ള ചടങ്ങുകളുമൊക്കെ പ്രധാനമന്ത്രി ഉപേക്ഷിക്കാതിരുന്നത് അതുകൊണ്ടാണ്. വിദേശ യാത്രകളിൽ നിന്നും പ്രധാനമന്ത്രി അകലം പാലിക്കുന്നു. അതൊരു പക്ഷേ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നയമാണ് ഗയാബ് എന്ന് പറയുമ്പോൾ കാണാനില്ല. പ്രധാനമന്ത്രിയെ രാജ്യം കത്തിയെരിയുമ്പോൾ അല്ലെങ്കിൽ രാജ്യം ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുഖമില്ലാത്ത മോദിയുടെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത് അത് ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം എന്നതിൽ കൂടുതലായി അതിപ്പം കോൺഗ്രസ് പിൻവലിച്ചല്ലോ. അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ്, ഇവിടെ കാര്യങ്ങൾ ഭദ്രമാണ് എന്ന് ജനങ്ങളോട് സമ്മതിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സാധാരണഗതി ജനജീവിതം സാധാരണഗതിയിൽ പോകുന്നു, നേതാക്കൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു, യുദ്ധം അതിർത്തിയിലാണ്, യുദ്ധം പ്ലാനിങ്ങിലാണ്, ഇൻ ദ പൈപ്പ് ലൈനാണ്. അതുകൊണ്ടൊരു പാനിക് റിയാക്ഷൻ ഒന്നും തന്നെ പ്രധാനമന്ത്രിയുടെയോ മറ്റ് മന്ത്രിമാരുടെയോ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, കൃത്യമായ അളന്നു കുറഞ്ഞ വാക്കുകളിൽ കൃത്യമായ പറയേണ്ട ആളുകൾ മാത്രമേ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളൂ. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യം നോക്കൂ. പാകിസ്ഥാൻ്റെ പ്രതിപക്ഷത്തെ പ്രധാന മുഖമായ ബിലാവൽ ഭൂട്ടോ മുൻ വിദേശകാര്യമന്ത്രി കൂടിയാണ്. അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്, അതുപോലെ സൈന്യത്തിന് ചുമതലയുള്ള ഡിഫൻസ് മിനിസ്റ്റർ, വിദേശകാര്യമന്ത്രി, ഒന്നും വേണ്ട ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ, ഇവരൊക്കെ 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 36 മണിക്കൂറിനുള്ളിൽ യുദ്ധം വരുമെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഭയാശങ്കകൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരീരഭാഷയും പുറത്തു വരുന്ന സംസാരവും എല്ലാം നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പാനിക് റിയാക്ഷനാണ്, മറുഭാഗത്ത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ വളരെ സോളിഡ് മെഷേർഡ് റിയാക്ഷനാണ്. ഈ ഒരു കമ്പാരിസൺ ലോകരാജ്യങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ കട്ടവന് മാത്രമേ കഴയ്ക്കൂ എന്നൊരു സെയിങ് ഉണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ കടന്നു കയറി ആക്രമണം നടത്തി, അത് പ്രോക്സി ആണ്. ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറിനെ ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണമാണ്. അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്നിപ്പോൾ NIA-യുടെ പ്രാഥമിക റിപ്പോർട്ടടക്കം അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ കൃത്യമായി തന്നെ ഭീകരരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്, പാക് ബന്ധം തെളിയുകയാണ്, ISI ആസ്ഥാനത്ത് വെച്ചാണ് ഗൂഢാലോചന നടന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമാകുകയാണ്. പക്ഷേ സാർ, ഇവിടെ ഈ പറഞ്ഞതുപോലെ യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഒരിക്കലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒട്ടും ശുഭകരമാവില്ല, രാജ്യത്തിൻ്റെ സമാധാനത്തിനൊട്ടും ശുഭകരമാവില്ല. പക്ഷേ നമ്മളോട് ചെയ്തതിന് അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കൃത്യമായ തിരിച്ചടി വേണമല്ലോ. അതെങ്ങനെ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിനൊരു പക്ഷേ കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടായിരിക്കാം മോദി ഡൽഹിയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? അതായത് ജനാധിപത്യ ഭാരതത്തിൻ്റെ മൊത്തം ജനകീയ അഭിലാഷമാണ് ഒരു തിരിച്ചടി നൽകുക, പ്രതീകാത്മകമായി ന്യായമായ തിരിച്ചടി, ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ, എന്നാൽ പാകിസ്ഥാന് വേദനിക്കുന്ന രീതിയിൽ ഭാവിയിൽ ഇതുപോലെയുള്ള മിസ് അഡ്വഞ്ചേഴ്സ് പാകിസ്ഥാൻ കാട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക കൂടി ചെയ്യാവുന്ന രീതിയിലുള്ള മാതൃകാപരമായ തിരിച്ചടി. അത് ഇതുവരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആകണമെന്നില്ല. ഇതുവരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഏതാനും ഭീകര കേന്ദ്രങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ്. ഒരുപക്ഷെ ഭീകരതയുടെ പ്രധാന മുഖമായ ഹഫീസ് സയ്യദിനെ തന്നെ ടാർഗറ്റ് ചെയ്യും എന്ന സൂചന പാകിസ്ഥാൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ സുരക്ഷാ കവചം
ഒരുക്കിയ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അതുമാത്രമല്ല സൈന്യവും ISIയും അതുപോലെ എല്ലാം ചേർന്ന മൾട്ടിപ്പിൾ ലെയർ ഡിഫൻസാണ്. നോ ഫ്ലൈ സോൺ അവിടെ ഏർപ്പെടുത്തുന്നു, ഡ്രോണുകൾ നിരോധിക്കുന്നു എന്ന് വേണ്ട, അവിടെ ഭീകരരെ സംരക്ഷിക്കേണ്ട ഗതികേടിലായി മാറി പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ സംരക്ഷിച്ച് നിർത്തുന്നത് പാക് സ്റ്റേറ്റാണ് എന്ന് ഇന്ത്യക്ക് തെളിയിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. മറുപക്ഷത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൊഫഷണലിസം, അതിൻ്റെ അങ്ങേയറ്റം പ്രൊഫഷണലായിട്ടാണ് നീങ്ങുന്നത്. ഏത് രീതിയിലുള്ള തിരിച്ചടി എന്ന് പറയുന്നത് ഇത് പബ്ലിക് ഡിബേറ്റിന് പോകേണ്ട ഒരു കാര്യമല്ല. കാരണം ഈ സുരക്ഷാ സംബന്ധമായ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം, ഡേ ടു ഡേ അഫയേഴ്സ് അല്ലെങ്കിൽ ആത്യന്തിക തീരുമാനം സൈന്യം തന്നെ എടുക്കണം. അതാണ് പ്രൊഫഷണൽ രീതി. അത് രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിക്കുകയുള്ളൂ. അതിൻ്റെ ഈ നയപരമായ പെർമിഷൻ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓൾ ഔട്ട് വാറിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്നൊരു തത്വമുണ്ട്. കാരണം ഒരു യുദ്ധം ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ ഇരുവശത്തും അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഉണ്ടാകും, ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടാകും എന്നത് ശരിയാണ്. പക്ഷേ ആധുനിക ലോകത്തെ ഓർക്കൂ, ഒരു യുദ്ധവും പൂർണ്ണമായി ഒരു രാജ്യത്തിനും വിജയിക്കാനാവില്ല എന്നത് ഈ സമീപകാല ചരിത്രം, ഉക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ ഇസ്രായേൽ ആൻഡ് ഹമാസ് യുദ്ധം, ഇതെല്ലാം നൽകുന്ന സൂചന. യുദ്ധം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൽ നിന്നും കരകയറാനും തലയൂരാനും കുറച്ചേറെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വേണം പ്രതീകാത്മകമായ ആക്രമണം നടത്തേണ്ടത്.